സ്വർണ്ണത്തരികൾ അടങ്ങിയ മണ്ണ് നൽകാമെന്ന പേരിൽ തട്ടിപ്പ് നടത്തിയ 4 അംഗ ഉത്തരേന്ത്യൻ സംഘം കൊച്ചിയിൽ പിടിയിലായി എന്നൊരു വാർത്ത വരുന്നു. ഗുജറാത്ത് സൂറത്ത് സ്വദേശികളായ സന്ദീപ് ഹസ്മുഖ്, വിപുൽ മഞ്ജി, ധർമ്മേഷ്, കൃപേഷ് എന്നിവരെയാണ് പാലാരിവട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. 1/2 കോടി രൂപയാണ് തമിഴ്നാട് സ്വദേശികളിൽ നിന്നും സംഘം തട്ടിയത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നു. വിഷ്ണു, എന്താണ് ഈ സംഭവം? ഒരു പുതിയ കാര്യമാണല്ലോ ഈ സ്വർണ്ണത്തരികൾ അടങ്ങിയ മണ്ണ്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഏത് രീതിയിലാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് സംഘം? ഒരുപക്ഷെ കേരളത്തിൽ കേട്ടുകേൾവിയില്ലാത്തൊരു തട്ടിപ്പാണ് എറണാകുളത്ത് നടന്നത്. ഒരു ജനതാ റോഡിലുള്ള എന്ന സ്ഥലത്ത് ഒരു വീടെടുത്ത് താമസിച്ച് അവിടെ ഏകദേശം ഈ മണ്ണുകൾ എത്തിച്ചുകൊണ്ട് സ്വർണം തരികൾ അടങ്ങിയ മണ്ണാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തമിഴ്നാട് സ്വദേശികളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുന്നത്. പിന്നീട് അവർക്ക് ഒരു 5 ടണ്ണോളം മണ്ണ് വിവിധ ചാക്കുകളിലായി നിറച്ചു നൽകി. അത് ഒരു ത്രാസിൽ വെച്ച് തൂക്കുന്നു. ആ തൂക്കുന്നതിനിടയിൽ ഒരു പ്രത്യേകം ക്രമീകരിച്ച റൂമിലാണ് ഇത് തൂക്കൽ നടക്കുന്നത്. ആ തൂക്കുന്ന ടേബിളിനടിയിൽ ഒരു ദ്വാരമിട്ട് അവിടെ നിന്ന് സിറിഞ്ച് വഴി ഈ സ്വർണ്ണത്തരികൾ, ചില സ്വർണമെന്ന് തോന്നിക്കുന്ന സ്വർണ്ണത്തരികൾ ഇഞ്ചക്ട് ചെയ്ത് ഈ മണ്ണിൽ സ്വർണ്ണമുണ്ടെന്ന് ധരിപ്പിച്ചാണ് ഈ മണ്ണ് അവരെ കൊണ്ട് വാങ്ങിപ്പിച്ചത്. അങ്ങനെ വിദഗ്ധമായ ഒരു ആസൂത്രണം ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട്. ഇതിൽ 4 പേരാണ് അറസ്റ്റിലായത്. 1/2 കോടി രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.